കമലെടുത്തി എന്നാ കിടക്കുന്നേ? വയ്യേ? തീരെ വയ്യ വൈജേ. ദേഹം നൊമ്പരം. പനിക്കാണെന്നാ തോന്നുന്നേ. ഇന്നലെ രാത്രി മുതൽക്ക് ഭയങ്കര നടുവേദന. ഇന്നലെ വൈകുന്നേരം വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. രാത്രിയിലാ തുടങ്ങി. എണീക്കാൻ പോലും വയ്യ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്നാ ചെയ്യും? അതാ ഞാനും ആലോചിക്കുന്നേ. എനിക്കിവിടെ സെർവന്റ് ഇല്ല. അതിന്റെ ആവശ്യമില്ലാത്തോണ്ടാ വെക്കാത്തേ. അമ്മയുടെ കാര്യത്തിൽ എന്നാ ചെയ്യും? റസ്കും ബിസ്ക്കറ്റും ഒക്കെ ഇരിപ്പുണ്ട്. ഒരു കാപ്പി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളവരോ? ബാക്കി ആരാ? നമ്മള് രണ്ടുമല്ലേ ഉള്ളൂ. മനു ഉണ്ടല്ലോ. ആ, അവൻ പുറത്തെവിടെയെങ്കിലും പോയി കഴിച്ചോളും. നിന്റെ കാര്യമോ കഷ്ടമല്ലേ? അതെ. ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം നല്ലതാണെന്ന് ഗാന്ധിജി പോലും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഉപവസിക്കാം. കമലെടുത്ത് ഉപവസിച്ചോ? എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഇപ്പൊ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് സുഖിക്കണ്ട. മേലനങ്ങാതിരുന്ന് ശീലിച്ചു പോയി. ഓ, എനിക്ക് വല്ലതും പറ്റിയ അന്വേഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഞാനിപ്പോ അന്വേഷിച്ചില്ലേ? എനിക്ക് ഭയങ്കര നടുവേദന. രാവിലെ ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോ ഒരു കുഴപ്പവും കണ്ടില്ലല്ലോ. അത് കഴിഞ്ഞപ്പോഴാ തുടങ്ങിയത്. എനിക്കിതൊരുമാതിരി സ്ട്രൈക്ക് മാതിരിയാ തോന്നണേ. എന്ത് സ്ട്രൈക്ക്? അങ്ങനെ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് ഉണ്ടാക്കിയിട്ട് ഒരുത്തിയും തിന്ന് സൂഹിക്കണ്ട. നിനക്ക് മനസ്സിലായി അല്ലേ? അത് തന്നെയാ സംഗതി. എന്നാത്തിന് അമ്മയെ കുശുമ്പും കുണ്ടായ്മേ. എന്നാലും അമ്മ എന്നെ ഈ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കണം. അപ്പൊ ഒരാൾ കൂടി വേണ്ടി കുക്ക് ചെയ്യാൻ എക്സ്ട്രാ എഫേർട്ട് ഒന്നും വേണ്ടല്ലോ. ഇത് അവൾക്കും ആവാലോ. ഒരു ദിവസം ഇവിടുത്തെ അടുക്കള കയറി കുക്ക് ചെയ്താലേ അവളുടെ വല്ലതും തേഞ്ഞു പോവൂ. 3 നേരവും ഇരുന്ന് ഞണ്ണുന്നുണ്ടല്ലോ. ഇത് എവിടുന്ന് കൊണ്ടുവരുന്നു, ആരുണ്ടാക്കുന്നു, ഇതൊന്നും അറിയണ്ടല്ലോ. നമുക്ക് എന്താ അത്യാവശ്യം അവളെ ഊട്ടാഞ്ഞിട്ട്? അമ്മേ, ആന്റി മാനസികമായിട്ട് ആകെ ഡെസ്പേർട്ട് വന്നിരിക്കല്ലേ. ഹസ്ബൻഡിന് വേണ്ട, മക്കളാരും കൂടെ നിൽക്കാൻ തയ്യാറല്ല. ഒരു ആക്സിഡന്റ് കഴിഞ്ഞോളൂ, ശരിക്കും നടക്കാറായിട്ടില്ല. അതിനെല്ലാം പുറമെ ഒരു വീട്ടു ജോലിക്കാരി വന്ന് വീട് കൈയടക്കുന്ന ഒരു തെറ്റിദ്ധാരണ. ആരുടെ കുറ്റം? അവളുടെ കയ്യിലിരിപ്പോണ്ടല്ലേ. പാതിരാത്രി വീട്ടിൽ നിന്ന് ചാടിപ്പോയിട്ടല്ലേ ആക്സിഡന്റ് ഉണ്ടായത്. മക്കൾ എന്നാ കൂടെ നിക്കാത്തെ? അവളുടെ സ്വഭാവ ഗുണം. എനിക്കിതൊന്നും താങ്ങേണ്ട ഒരാവശ്യമില്ല. അപ്പൊ ഞാനും പട്ടിണിയാവല്ലോ ഒന്ന്, നിങ്ങളുടെ സമരം കാരണം. നീ പുറത്തു പോയി വല്ലതും കഴിക്ക്. മുത്തശ്ശിയുടെ കാര്യം എങ്ങനെ? റസ്കും ബിസ്ക്കറ്റും ഉണ്ട്. ഒരു നേരം അതൊക്കെ മതി. അപ്പൊ ഇന്ന് ഇവിടെ ചോറില്ല. വേണമെങ്കിൽ അവള് വെക്കട്ടെ. അടുക്കളയുണ്ട്, സ്റ്റൗ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, അരി ഉൾപ്പെടെ സകല സാധനങ്ങളും ഉണ്ട്. ഒരു ദിവസം അങ്ങോട്ട് ഉണ്ടാക്കട്ടെ എന്ന്. ആന്റിക്ക് അമ്മയുടെ അടുക്കള അവിടെ വച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും പരിചയമില്ലല്ലോ. എടാ മനു, വേണമെങ്കിൽ ചക്ക വേരയിലും കായ്ക്കും. ഒരു ദിവസം എനിക്ക് സുഖമില്ലെന്ന് അറിയുമ്പോ അവൾ എന്നതാ ചെയ്യണ്ടേ? സാരമില്ല കമലെടുത്തി, ഞാൻ നോക്കിക്കോളാന്ന് പറയണ്ടേ? അടുക്കള കയറി ബ്രേക്ക്ഫാസ്റ്റും ചോറും കറിയും ഒക്കെ വയ്ക്കണ്ടേ? അങ്ങനെയല്ലേ സാമാന്യ മര്യാദ ഉള്ളവളാണെങ്കിൽ ചെയ്യേണ്ടത്. ഇത് അമ്മയുടെ സമരമുറയെന്ന് ആന്റിക്ക് മനസ്സിലായി കാണും. അവള് മനസ്സിലാക്കിക്കോട്ടെ, എന്നിട്ട് മാറിയിരുന്ന് വായു ഭക്ഷിക്കട്ടെ. എന്നോടാ കളി, ഞാനേ പഠിപ്പിച്ചു കൊടുക്കാം. ശരി, നിങ്ങൾ തമ്മിലുള്ള അംഗം നടക്കട്ടെ. ഞാനും അച്ഛനൊക്കെ ബിരിയാണി കഴിച്ചോളാം. എടാ മനു, അല്ല എനിക്കൂടെ ഒരെണ്ണം വാങ്ങിക്കൊണ്ട് വാ. എന്ത് ബിരിയാണി?
മരുന്നെടുത്തായിരുന്നോ അച്ഛാ? ആ എല്ലാം എടുത്തിട്ടുണ്ട്. മൊബൈലിന്റെ ചാർജറോ? ബാഗിൽ വെച്ചിട്ടുണ്ട്. കാറിനകത്ത് ചാർജ് ചെയ്യാനുള്ള ചാർജർ ഉണ്ടല്ലോ. ഗോവർദ്ധൻ അങ്കിളോ? ഗോവർദ്ധനം കടയിൽ വെയിറ്റ് ചെയ്യാ. അവിടെ നിന്ന് ഒരുമിച്ച് അങ്ങ് പോവും. രോഹി, ഈ പെട്ടിയൊന്ന് വണ്ടിക്കകത്ത് എടുത്ത് വെച്ചു കൊടുക്ക്. പിന്നെ ഈ കുഞ്ഞു പെട്ടിയെടുത്ത് വണ്ടിയിൽ വെക്കാൻ എനിക്ക് അവന്റെ സഹായം വേണമല്ലോ. അതെ, മക്കളെല്ലാരും കൂടെ എന്നെ അങ്ങ് രോഗിയാക്കല്ലേ. എന്നാ പിന്നെ കൊണ്ടുവച്ചിട്ടേ ഉള്ളൂ. സഹായിക്കാന്ന് ഒരാൾ പറയുമ്പോ തല്ലി ഓടിക്കുന്നു. ഇതും കൊണ്ട് വരുന്ന കുറവ് അങ്ങ് സഹിച്ചോ. ഇതാരാ നിന്റെ ബോഡി ഗാർഡോ ഗുണ്ടേ? ഏത് റോളും അവൻ ചെയ്യും. അത് ശരിയാ. ഇത്രയും കാലം വില്ലൻ വേഷമായിരുന്നു, ഇപ്പൊ ഒന്ന് മെച്ചപ്പെട്ട് വരുന്നതാ. അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ പ്ലാൻ? എപ്പോഴാ എങ്ങനാ എറണാകുളത്തേക്ക്? ഞങ്ങളും ഇപ്പൊ ഏകദേശം റെഡിയാ. ഇനിയിപ്പോ എന്നാ ഉള്ളേ? എന്റെ കുറച്ച് പാക്കിങ്ങും ഇവളുടെ കുറച്ച് പാക്കിങ്ങും ഉണ്ട്. നല്ലൊരു പെട്ടെന്ന് 15 മിനിറ്റിൽ തീരുന്ന പാക്കിംഗ് ആണെങ്കിൽ ഞാൻ ബസ് സ്റ്റാൻഡിലോട്ട് വിടാം. വേണ്ടച്ചാ, കുഴപ്പമില്ല. ആ എടാ, കാശി എന്ന് സൂക്ഷിച്ച് ഉപയോഗിച്ചോണം. ഇവരെ ഒരു കേടും കൂടാതെ തിരിച്ചുകൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിന്റെ. കേടുവരാൻ ഞങ്ങൾ എന്നാ ചപ്പാഴം വല്ലാണോ? ആ വേണ്ടേ, എവിടെ പ്രത്യേകിച്ച്. വേഗം ഇറങ്ങിക്കോ, വേഗം വിട്ടോ. പൊക്കോ, എടി, പൊക്കോ, ഛെ, പൊക്കോ. വിടടി കൊച്ചെ. ഇതെന്താണ് ഇവള് ദേഹോദ്രവം തുടങ്ങിയോ? കേടുവരാൻ ഞങ്ങൾ എന്നാ ചപ്പാഴം വല്ലാണോ? ആ വേണ്ടേ, എവിടെ പ്രത്യേകിച്ച്. വേഗം ഇറങ്ങിക്കോ, വേഗം വിട്ടോ. പൊക്കോ, എടി, പൊക്കോ, ഛെ, പൊക്കോ. വിടടി കൊച്ചെ. ഇതെന്താണ് ഇവള് ദേഹോദ്രവം തുടങ്ങിയോ? അതേ, ഞാൻ ആദ്യമായിട്ടാ ഇവർക്ക് അറിയാൻ പാടില്ലാത്തൊരു സ്ഥലത്തോട്ട് ഞാനോ വൈജോ ഇല്ലാതെ എവിടെ പറഞ്ഞേക്കുന്നത്. ഇവരെ സൂക്ഷിക്കണം, നോക്കണം എന്നൊന്നും നിന്റെ അടുത്ത് പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും പറയുക, സൂക്ഷിക്കണം. അച്ഛൻ ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അച്ഛൻ അച്ഛന്റെ പോക്ക് മാത്രം ശ്രദ്ധിച്ചാ മതി. പോകുന്ന കാര്യം അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെ നടത്തിയിട്ട് വായോ. ഞാൻ പോയിട്ട്. രോഹിയേട്ടാ, എത്ര നേരം കൊണ്ട് വിളിക്കുവാ? അച്ഛനെ ഏതായാലും പോയ സ്ഥിതിക്ക് നമുക്ക് ഇപ്പൊ തന്നെ വിട്ടേക്കാം. എവിടെ പോകുവാന്ന് അച്ഛൻ അരിലിന് ചേച്ചിയോട് പറഞ്ഞോ? അത് മാത്രം രഹസ്യാക്കി വെച്ചേക്കുവാ. ചേച്ചിക്ക് ഒരു ഐഡിയ ഇല്ലേ? ഞാൻ പല സംഗതികളും ആലോചിച്ചു നോക്കി, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ചേച്ചി ഇവിടുന്ന് സുരക്ഷിതമായിട്ട് എങ്ങോട്ടെങ്കിലും മാറ്റം ഉദ്ദേശിച്ചിട്ടുള്ള യാത്രയാണെങ്കിലോ, അല്ലേ? അങ്ങനെയാണ് പറഞ്ഞത്. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചേച്ചി തന്നെയാണ് ഇതെല്ലാം വരുത്തി വെച്ചത്. പോകുവാന്ന് പറഞ്ഞോണ്ടല്ലേ? അത് ശരിയാ, പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. വൈജയന്തി മാഡം തിരിച്ചു വരണ്ടേ? കുറച്ചു ദിവസം കൂടെ അമ്മ കൊല്ലപ്പള്ളി താമസിക്കട്ടെ. കമലാന്റിയുടെ തനി നിറം കണ്ടു തുടങ്ങുമ്പോ താനെ അവിടെ നിന്ന് ഇറങ്ങിക്കോളും. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയാലും ഇങ്ങോട്ട് വരത്തില്ലല്ലോ. വാടക വീട്ടിലോട്ട് പോകുക അമ്മ ഒറ്റയ്ക്ക്. തനിയൊരു വീട്ടിൽ എങ്ങനെ താമസിക്കും? ഒരു മനുഷ്യജീവി പോലും കൂടെയില്ലാതെ. ആ വീട്ടില് പ്രേതമുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ചാലോ? മാഡം ഒരു ഹോം നഴ്സിനെ കൂടെ താമസിപ്പിക്കും, അല്ലെങ്കിൽ ഒരു സെർവന്റ്.
ചേച്ചിയാണോ അമ്മയ്ക്ക് വഴി കണ്ടുപിടിച്ചു കൊടുക്കുന്നേ? അമ്മ എന്നതാന്ന് വെച്ചാ ചെയ്യട്ടെ. ശരി, അത് വിട്ടേക്കാം. നമുക്ക് പോകണ്ടേ? എല്ലാരും വേഗം കഴിച്ച് പോവാൻ റെഡി ആവണം. നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് പുറപ്പെടും. സത്യം പറഞ്ഞ ഈ എറണാകുളം യാത്രയുടെ ഐഡിയ എനിക്കത്ര പിടിക്കുന്നില്ല. നീ പിടിക്കണ്ട, ഞാൻ പിടിച്ചോളാം. അവിടെ ചെന്നിട്ട് എന്നാ ചെയ്യാനാ? അവിടുന്ന് നമുക്ക് പല സ്ഥലങ്ങളിൽ പോവാം. ചിന്നമോളെ കാണാൻ കൊല്ലത്ത് പോവാം, എറണാകുളത്ത് ബീച്ചിൽ പോവാം, മറൈൻ ഡ്രൈവില് പോവാം, ബോട്ടില് പോവാം. എന്നെ ഒഴിവാക്കിയേക്കണേ, ഞാൻ വരുന്നില്ല. നിനക്കെന്താ വന്നാല്? നിങ്ങൾ തന്നെ 3 പേരും പെൺകുട്ടികളും. അവിടെ ചെല്ലുമ്പോ അത് 4 ആകും. എനിക്കൊരു കമ്പനിയില്ല. നിനക്ക് കമ്പനിയൊക്കെ സെറ്റാക്കി തരാം. മാമച്ചനങ്ങൾ നല്ല കമ്പനിയാ. വേണ്ട, ഞാൻ വന്നാൽ ശരിയാകത്തില്ല. എന്താ രോഹിത്തെ പ്രശ്നം? അവർക്കെല്ലാം അറിയാലോ എന്റെ കാര്യങ്ങള്. ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ അവരോട്. അതുകൂടാതെ അവര് TV കാണുകയും ന്യൂസ് പേപ്പർ വായിക്കുകയും ചെയ്യുന്നവരല്ലേ. നിന്റെ ഈ ചമ്മലുണ്ടല്ലോ, അത് മാറ്റാനും കൂടെ വേണ്ടിയാ പോകുന്നേ. നീ എല്ലാരുമായിട്ട് ഇടപഴകണം. നിന്നെ എല്ലാരും വേറൊരു കണ്ണി കൂടിയാ കാണുന്നെന്നുള്ളൊരു തോന്നല് മാറ്റിയെടുക്കണം. അതെല്ലാം പതിയെ പതിയെ മാറിക്കോളും ചേച്ചി. കോഴിക്ക് തീറ്റിട്ട് കൊടുക്കുന്ന പോലെ എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടുപോയി ഇട്ടു കൊടുക്കല്ലേ. മറ്റാരുടെ അടുത്തല്ല, എന്റെ അനിയത്തിയുടെ അവളുടെ വീട്ടുകാരുടെ അടുത്തേക്കാ നിന്നെ കൊണ്ടുപോകുന്നേ. നീ ഇല്ലെങ്കിൽ ഞങ്ങൾ ആരും പോകുന്നില്ല. ഞാൻ വരാം, പക്ഷെ എവിടെയെങ്കിലും മാറിയിരിക്കും. നിങ്ങളുടെ ഡ്രൈവറായിട്ട് വിചാരിച്ചാൽ മതി. ശരി, അങ്ങനെ വിചാരിച്ചോളാം. വേഗം കഴിച്ചിട്ട് എണീക്ക്. ഇതിനകത്ത് ആരാണ്ട് വിളിക്കുന്ന കേട്ട് ഞാൻ വന്നപ്പോഴേക്കും നിന്നുപോയി. ആരാണോ നോക്ക്. കണ്ണാടി എടുത്തില്ല. ഹലോ. ഹലോ ആന്റി. ലീനയാണോ? എനിക്ക് കണ്ണാടി എടുത്തില്ലെങ്കിൽ വായിക്കാൻ പാടാ. ഞാൻ തന്നെ ആന്റി. ബിസി ആയിരുന്നോ? എനിക്ക് എവിടെയാ ബിസി? നീ പറഞ്ഞ മോളെ. ആന്റി അങ്ങള് സുഖമായിട്ടിരിക്കുന്നോ? സുഖം തന്നെ. അവിടെ അടുത്ത ദിവസം ഗസ്റ്റുകൾ ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. എന്താ മോളെ? ഞങ്ങൾക്കൊരാഗ്രഹം. അവിടെ വന്ന അങ്കിളുടെ ആന്റിയുടെ കൂടെ 2 ദിവസം താമസിക്കണമെന്ന്. പക്ഷെ ആന്റിക്കും അങ്കിളിനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുതല്ലോ. ഇത്ര ഫോർമാലിറ്റി ഒന്നും വേണ്ട കേട്ടോ. നിനക്ക് തോന്നുമ്പോ ഇവിടെ വരാം, തോന്നുമ്പോ തിരിച്ചു പോവാം. നിന്റെ വീട് പോലെ കരുതിയാ മതി. ഇവിടെ വരിക. ഞാൻ ഒറ്റയ്ക്കല്ല ആന്റി വരുന്നേ, അതാ പ്രശ്നം. വേറെ ആരുണ്ട്? ബാലേന്ദ്രമേനോനോ? എന്റെ അനിയത്തിമാര് 2 പേരും ഉണ്ട്. ബബിതയും കൃഷ്ണമോളും പിന്നെ രോഹിത്. ഞങ്ങള് 4 പേരും കൂടിയാ. അതിനെന്താ, എല്ലാരും കൂടി വാ. ഞങ്ങൾക്ക് അതാണ് കൂടുതൽ സന്തോഷം. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഉണ്ടെങ്കി പറയണേ. ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്റെ വലിയൊരു ആഗ്രഹം എന്റെ കൂടപ്പിറപ്പുകളുടെ കൂടെ അവിടെ വരണമെന്ന്. ഇനി ചിലപ്പോ അത് സാധിച്ചില്ലെങ്കിലോ? നിനക്ക് എപ്പ വേണമെങ്കിലും അവരെയും കൂട്ടി വരാലോ. ഇനി വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആന്റി. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുക. അയ്യോടി മോളെ, നീ എങ്ങോട്ട് പോന്നു? എന്താ കാര്യം? അതെല്ലാം ഞാൻ അവിടെ വന്നിട്ട് പറയാം. രേവതി കുട്ടിയോട് പറഞ്ഞായിരുന്നോ? ഇല്ല ആന്റി, ഞാൻ അവളെ വിളിച്ചോളാം. ഞങ്ങൾ ഇന്ന് തന്നെ വരുവേ. ആയിക്കോട്ടെ. ശരി ആന്റി, ഇതൊക്കെയാണേ. ഓക്കെ. ഓക്കെ. അതെ, അലീന അവിടുത്തെ പിള്ളേരും കൂടി ഇങ്ങോട്ട് വരുന്നെന്ന്. അവര് പറ്റേ സന്തോഷമുള്ള കാര്യല്ലേ? അവര് വരുമ്പോ കൊടുക്കാൻ എന്തൊക്കെയാ ഉള്ളത്?
ആ വല്ലതും വാങ്ങണമെങ്കിൽ ഇപ്പൊ പറയണം കേട്ടോ. രേവതി മോളോട് ചോദിക്കാം. ആ അവരെങ്ങനെ വരുന്നേ? ട്രെയിനിലോ ബസ്സിലോ കാറിലോ? അയ്യോ, അത് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. എന്തായാലും 2 ദിവസം ഇവിടെ കാണുമെന്ന് പറഞ്ഞേ. ആ വരട്ടെ, നമുക്ക് നോക്കാം. ഉം. ആ ഏ ആ, ആ, ആ. നിന്റെ അടുക്കിപ്പറക്ക് കഴിഞ്ഞു ഇത്ര പെട്ടെന്ന്? കഴിഞ്ഞോന്ന് വെച്ചാ കഴിഞ്ഞില്ല, കൺഫ്യൂഷനില്ല. ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്നൊരു കൺഫ്യൂഷൻ. അതിന് എന്നെ ഇത്ര കൺഫ്യൂഷൻ? ബബി ചേച്ചി എന്നതൊക്കെ എടുത്തേക്കുന്നേ? 2 ദിവസത്തേക്ക് ഡ്രസ്സ്, പേസ്റ്റ്, ബ്രഷ്, ടവല്, ചാർജർ, പവർ ബാങ്ക്, പിന്നെ പവർ ബാങ്കിന്റെ അഡാപ്റ്റർ, ഇയർഫോൺസ് ഞാനെല്ലാം എടുത്തു. ഇനി ക്രീംസ് ആൻഡ് ലോഷൻസ് കൂടി എടുത്തു വെച്ചാ ഞാൻ റെഡി. 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് മതിയല്ലേ? ഇതിപ്പോ എത്ര ദിവസം നമ്മളിവിടെ സ്റ്റേ ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ, അതാ. ആ അത് ചേച്ചിയോട് തന്നെ ചോദിക്കേണ്ടി വരും. റെഡിയായോ? പാക്കിംഗ് കഴിഞ്ഞോ? റെഡിയായോ? എല്ലായിടത്തൊക്കെ വെച്ചോ. ഡ്രസ്സ് എത്ര ദിവസത്തേക്ക് എടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടല്ലേ. ഒരു 3 ദിവസത്തേക്ക് എടുത്തോ, ഒരു സേഫ്റ്റിക്ക്. അവൾ എന്തൊക്കെ പ്ലാൻ ചെയ്ത് കൂട്ടുമെന്ന് യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും കൊല്ലത്തേക്കൊരു പോക്ക് കാണും, ചിന്നമോളെ കാണാൻ. അത് മാത്രമേ എനിക്കറിയാവുന്ന പ്ലാൻ. ബാക്കിയെല്ലാം രേവതി കുട്ടിയുടെ കയ്യില. അവള് വഴി തെളിക്കുന്നു, നമ്മൾ പോകുന്നു. എന്നാലും ഒരു 3 ദിവസം അങ്ങേയറ്റം. അച്ഛൻ തിരിച്ചെത്തുന്നതിന് മുമ്പ് നമുക്ക് എത്തണ്ടേ? ആ അത് ശരിയാ, അച്ഛൻ എത്തുന്നതിന് മുന്നേ നമുക്ക് വരണം. എന്നാ ഞാൻ പോയി എന്റെ പാക്കിംഗ് ഇപ്പൊ തന്നെ തീർത്തിട്ട് വരാം. ഞാൻ റെഡി ആട്ടോ. എന്നെ ഇറങ്ങിക്കോ, ഞാൻ രോഹിത്തിനെയും കൂടെ ഒന്ന് നോക്കട്ടെ. രോഹിതിന് ഇതുവരെ റെഡി ആയില്ലേ? അതിപ്പ ശരിയാക്കി തരാം. ഗോവർദ്ധൻ, താൻ വീട്ടിൽ എന്നാ പറഞ്ഞിട്ടാ പോന്നേ? പാരട്ടം വിളിച്ചു, ഞാൻ കൂടെ പോവാണെന്ന്. എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞോ? ഇല്ല. എത്ര ദിവസം കഴിഞ്ഞു വരുമെന്ന് പറഞ്ഞോ? 2 ദിവസം. സുരോധന ചോദിച്ചില്ലേ ഇതെന്നാ ഇങ്ങോട്ട് യാത്രയെന്ന്? ബാലേട്ടനാണ് കൂടെ ഉള്ളതെന്ന് പറഞ്ഞപ്പോ പിന്നെ അവൾക്ക് ഒരു പ്രശ്നമില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട മുതൽ തിരിച്ചെത്തുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. താൻ വിശ്വസ്തനായതുകൊണ്ടാണ് തന്നെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രൈവറെ വിളിച്ചോണ്ട് പോയാൽ മതിയായിരുന്നു. എന്നെ ബാലേട്ടൻ അറിയാലോ. നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയെന്നോ ആരെയൊക്കെ കണ്ടെന്നോ മൂന്നാമതൊരാളും അറിയരുത്. ഏതായാലും ഞാൻ പറഞ്ഞിട്ട് ആരും അറിയാൻ പോകുന്നില്ല. പക്ഷേ എന്റെ സംശയങ്ങൾ എനിക്ക് ബാലേട്ടനോട് ചോദിക്കാലോ. തനിക്ക് ചോദിക്കാം. അലീന ബാലേട്ടന്റെ വീട്ടിൽ നിന്ന് പോകുന്നതോടെ എല്ലാ പ്രശ്നങ്ങളും തീരുമോ? അങ്ങനെയാണ് പലരുടെ വിചാരം. പക്ഷെ അലീന പോകുന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതങ്ങനെ ബാലേട്ട? എടോ, എന്റെ വീട്ടിലെ പത്തായത്തില് ഒരു വലിയ കുടം ഇരിപ്പുണ്ട്. ആ കുടത്തില് ഒരു ഭൂതം ഇങ്ങനെ ഞെരുങ്ങിയിരിക്കുക. അലീനയാണ് ആ കുടത്തിന്റെ അടപ്പ്. ആ അടപ്പ് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓഫ് കോഴ്സ്, ഭൂതം പുറത്തു കാണും. ആ പിന്നെ അലീന നോക്കിയാലും അതിനെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ലടോ.
അതെന്നാ ഭൂതമാന്നേ എനിക്ക് മനസ്സിലാകുന്നില്ല. അലീന പോകുന്നോടെ ചേച്ചി തിരിച്ചു വരുമല്ലോ, അപ്പൊ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയില്ലേ? ഇല്ല, അലീന അല്ലല്ലോ യഥാർത്ഥ പ്രശ്നം. കുളത്തിനകത്തിരിക്കുന്ന ഭൂതമല്ലേ. വൈജ തിരിച്ചു വരുന്നതോടെ ഈ ഭൂതം വൈജയെ കയറി പിടിക്കും. ആദ്യം ആ ഭൂതത്തെ കുടത്തിലടച്ച ഓരോരുത്തരെയായിട്ട് കണ്ട് 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 ഭൂതത്തെ പുറത്തിറക്കാനുള്ള സംഭവങ്ങൾ റെഡിയാക്കണം. ഇവിടെയാണോ മറ്റേ രേവതിക്കുട്ടി നിൽക്കുന്നേ? കഴിഞ്ഞ 23.5 വർഷക്കാലമായിട്ട് പുള്ളി ഇതും പിടിച്ചിരിപ്പാ. സമയമായി, ഇനി മതി. വൈജ തിരിച്ചു വരുന്നതോടെ ഈ ഭൂതം വൈജയെ കയറി പിടിക്കും. ആയം പിടിച്ച് വട്ടം കറക്കും. ആകാശത്തോട്ട് എറിഞ്ഞിട്ട് താഴോട്ട് വീഴുമ്പോ പിടിക്കാതിരിക്കും.